മാനുഷിക വിഷൻ വെച്ചിട്ട് ഇറക്കി വിടുന്നതിന് മാന്യത ഉണ്ടായിരുന്നു. കാര്യം ഇത്രയേറെ ത്യാഗം സഹിച്ച ഒരു വ്യക്തി, ബിഗ് ബോസ് സീസണിൽ ഇത്രയും ഭാഷകളെ സീസൺ വന്നിട്ട് ഇതുപോലെ ത്യാഗം സഹിച്ച ഒരു വ്യക്തിയില്ല. ആ വ്യക്തിയോട് കാണിച്ച വളരെ നീതികേടാണ്. അപ്പൊ ഈ വോട്ട് കുറഞ്ഞ വ്യക്തി, വോട്ട് കുറഞ്ഞത് ഞങ്ങൾ സമ്മതിച്ചിരുന്നു. ആ വോട്ട് കുറവുണ്ടല്ല എന്നുള്ള കൃത്യമായിട്ട് അറിയാം, വോട്ട് കുറഞ്ഞ് സമ്മതിച്ചത്. പക്ഷെ എങ്കിലും ഇങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നത്. ഒരു പിറന്നാൾ ദിവസം സന്തോഷിച്ചിരിക്കേണ്ട ഒരു പിറന്നാൾ ദിവസം അദ്ദേഹത്തിനോട് കാണിച്ച പക്കാ നീതികേട് എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. 100% പറയാം. ഇത് ഞാൻ എനിക്ക് പറയുന്നതിന് വിഷമമൊന്നുമില്ല. എല്ലാ സീസണിലും ഏഷ്യാനെറ്റിൻ്റെ ഒരു പ്രൊഡക്റ്റിനെ ഫൈനൽ 5 കൊണ്ടുവരുന്ന രീതിയുണ്ട്. വേണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. അത് സീസൺ 3 അനൂപ് മേനോനായിരുന്നു. അനൂപ് മേനോൻ യഥാർത്ഥത്തിൽ ഫൈനൽ 5 5ാം സ്ഥാനത്ത് വരേണ്ട വ്യക്തിയായിരുന്നു. നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മതി. കിടിലം ഫിറോസിനെയൊക്കെ തള്ളി 5ാം സ്ഥാനത്ത് അനൂപ് മേനോനെ കൊണ്ടുവന്ന ആ സ്ഥിതിക്ക് ഈ സീസണിൽ ഒരു ഏഷ്യാൻ്റെ പ്രൊഡക്റ്റ് ഇവിടെ വരണമായിരുന്നു. ശരണ്യ പോയി, അപ്സര പോയി, ഇനി ആരുണ്ട്, അടുത്തത് ആരെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ കൊണ്ടുവന്നാണെന്ന് 100%. ഇത് കോൺട്രവേഴ്സി ആവുന്ന എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഒരു വിഷയമില്ല. എനിക്കെന്നല്ല, നാട്ടിലുള്ള എല്ലാ സാമാന്യമായിട്ട് ബിഗ് ബോസ് കണ്ടിട്ടുള്ള എല്ലാ പ്രേക്ഷകർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു സംശയമില്ല. പച്ച പോലെ മീൻസ് പച്ചവെള്ളം പോലെ ഇത് പച്ചയായ സത്യം. ഒരു സംശയമില്ല. ഇതിനകത്ത് ഒരു കാര്യം പറയാം. നമുക്ക് കൃത്യമായിട്ട് അൺഒഫീഷ്യൽ പോളാണെന്ന് വിശ്വസിക്കണമല്ലോ. അൺഒഫീഷ്യൽ പോൾ വേറെ, ഹോട്ട്സ്റ്റാർ വോട്ടർ. എങ്കിൽ അൺഒഫീഷ്യൽ പോൾ നോക്കുമ്പോൾ 100% 4ാം സ്ഥാനത്തും 5ാം സ്ഥാനത്തുമായിട്ട് നിന്ന വ്യക്തിയാണ് സിജോ. ഒരിക്കലും അവസാന 2 സ്ഥാനങ്ങളിൽ പോലും വരില്ലായിരുന്നു. പക്ഷെ ഇതെന്ന് നല്ല രീതിയിലുള്ള അവിടെ പ്രീ പ്ലാൻഡ് ആയിട്ട് അവർ സ്ക്രിപ്റ്റഡ്. ഈ ബിഗ് ബോസിന് സ്ക്രിപ്റ്റ് ഉണ്ട്. അവർ തുടക്കം മുതൽ ആ സ്ക്രിപ്റ്റ് ആണ് എല്ലാവർക്കും നമുക്ക് അറിയാൻ അറിയാം. ആ സ്ക്രിപ്റ്റിൽ ആരൊക്കെ ഫൈനൽ 5 വരണം, ഏതൊക്കെ രീതിയിൽ ആൾക്കാരെ അടിച്ചു കളയണം, ആരൊക്കെ കണ്ടന്റ് പുറത്തു കൊടുക്കണം, എത്ര സ്ക്രീൻ സ്പേസ് കിട്ടിയാലും അവരെ ഒതുക്കണം എന്നൊക്കെ കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ ഓരോ യൂട്യൂബേഴ്സ് തന്നെ അടിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ പറയുന്ന ഇതല്ലേ, തെളിവ് വെച്ചിട്ടില്ലേ, അവരുടെ വോയിസ് ക്ലിപ്പ് ഇട്ടല്ലേ കളിക്കുന്നത്. അപ്പോൾ ഇതാണ് വാസ്തവം. അതുകൊണ്ട് ഞങ്ങൾക്ക് വിഷമമുണ്ട്. പക്ഷെ ഇതൊക്കെ അറിഞ്ഞും കേട്ടുമാണ് അദ്ദേഹം അവിടെ പോയിട്ടുള്ളത്. പിന്നെ ഇതിപ്പോൾ 1 വർഷത്തെ കരാറെന്ന് പറഞ്ഞ പുള്ളിയുടെ വായടപ്പിക്കാം. പക്ഷെ ഞങ്ങളെ വായടപ്പിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ ശക്തമായ രീതിയിൽ പ്രതിഷേധവും പ്രതികരണമായിട്ട് മുന്നോട്ട് വരും. ഇതിപ്പോൾ ജസ്റ്റ് ഒരു ടെസ്റ്റ് ഡോസ് മാത്രമാണ്. ഇതിൽ 100 സാധനം മാത്രമേ അറിയുള്ളൂ. ഇനി പല സാധനങ്ങളും പുറത്തു വരും.